എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. 500/2023 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് കേരള ബാങ്ക്, 700/2022 സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 4 ഓട്ടോകാസ്റ്റ് ലിമിറ്റഡ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്ത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അഡീഷണൽ പ്രോഗ്രാമിൽ, അതായത് ഡിസംബറിൽ വരുന്ന അഡീഷണൽ പ്രോഗ്രാമിൽ ആ ഒരു കലണ്ടറിൽ വന്നിട്ടുള്ളതാണ്. ഡിസംബർ 24 ടെസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആവുന്നത് ഡിസംബർ 10 പിന്നെ ഇതിൻ്റെ ഡിക്റ്റേഷൻ ടെസ്റ്റ് ഹയർ ആണ്, 120 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. 1 മണിക്കൂർ 5 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ വരുന്നത്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 4 എത്ര കാൻഡിഡേറ്റ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 27 കാൻഡിഡേറ്റ്സ് ആണ് അതിൽ എക്സാം എഴുതുന്നത്. അതേസമയം കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് കേരള ബാങ്ക്, ഇതിൻ്റെ റിസൾട്ട് ഇതുവരെയായിട്ടും പബ്ലിഷ് ചെയ്തിട്ടില്ല. അതായത് നമുക്ക് അതായത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് വന്നിട്ടില്ല, പ്രൊഫൈലിലേക്ക് മെസ്സേജ് വന്നിട്ടില്ല. ഷോർട്ട് ലിസ്റ്റും പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് PSC ഓഫീസിൽ അന്വേഷിച്ചപ്പം എക്സാമിന് മുന്നേ ആയിട്ട് ഷോർട്ട് ലിസ്റ്റ് വരും എന്നാണ് പറഞ്ഞത്. എപ്പോൾ വരും എന്നുള്ളത് നമുക്ക് ഇതുവരെയായിട്ടും കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് നവംബർ 21, എക്സാമിന് ഇനി നോക്കിക്കഴിഞ്ഞാൽ 1 മാസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഈ 1 മാസം കൊണ്ട് ഒരു കാര്യം ആലോചിക്കാം. നമുക്കിപ്പം പഠിച്ചിട്ട് ഈ ഡിക്റ്റേഷൻ ടെസ്റ്റ് എഴുതിയിട്ട് 2-3 കൊല്ലമൊക്കെ ആയിട്ടുള്ളവരുണ്ടാവും, ബേസ് പോലും അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ഒരു എക്സാം ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് 120 വേർഡ്സ് പെർ മിനിറ്റ് എത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും എത്താൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ആദ്യം തന്നെ നിങ്ങൾ റിസൾട്ട് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അതായത് കിട്ടും എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പ്രിപ്പറേഷൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു അറിഞ്ഞ നിമിഷം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരിക്കലും പ്രാക്ടീസ് ഇല്ലാതെ 120 വേർഡ്സ് പെർ മിനിറ്റ് എന്തായാലും എഴുതിയെടുക്കാൻ പറ്റില്ല. ഓക്കെ, പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് നമ്മൾ പുറത്താവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എത്ര പേര് കൺഫർമേഷൻ കൊടുക്കാനുണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇത് ഓഗസ്റ്റ് 13 നടന്ന ഒരു എക്സാമാണ്. ഈ സെയിം ഡേറ്റിൽ നടന്ന എക്സാമിന് വേറെ ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റോ മറ്റുള്ള ഡീറ്റെയിൽസോ ഒന്നും നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയില്ല. 30 ആയിരുന്നു ഇതിൻ്റെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. 13 തന്നെയായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ഇത് നോക്കുക, 500/2023 കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്. ഇതിൽ 8174 പേരാണ് കാൻഡിഡേറ്റ്സ് ആയിട്ട് കൺഫർമേഷൻ കൊടുക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എത്രത്തോളം ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും എന്നുള്ളത് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ഓഗസ്റ്റിൽ പല എക്സാമിൻ്റെതും ഇപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് വരുന്നുണ്ട്. ചിലർക്ക് മെസ്സേജ് കിട്ടിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഡിക്റ്റേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് അല്ല. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓട്ടോകാസ്റ്റ് ലിമിറ്റഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ അത് തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അതായത് അത്യാവശ്യം മാർക്കുണ്ട്, എന്തായാലും കിട്ടും എന്ന് കോൺഫിഡൻസ് ഉള്ളവർ തീർച്ചയായിട്ടും എഴുതി പഠിക്കുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.